ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വരുന്നത്. ഒത്തിരി പ്ലാന്റ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് സമ്മാനങ്ങളായിട്ട് പ്ലാന്റ്സ് ഒന്നും കിട്ടുന്നില്ല അല്ലേ? എന്നാൽ കൈ നിറച്ചും പ്ലാന്റ്സ് വാങ്ങാൻ തയ്യാറായിക്കോട്ടോ. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നല്ല മാൻഡിവില പ്ലാന്റ്സ് റെഡ് കളർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു കോംബോയിൽ ഒത്തിരി പ്ലാന്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മിനിമം 10 പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് നമ്മൾ കൈ നിറച്ചും സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മുടെ വീഡിയോയിൽ വരുന്ന ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നല്ല പിങ്ക് ബട്ടർഫ്ലൈസ് പറക്കുന്ന പോലത്തെ നല്ല ഒരു അടിപൊളി പ്ലാന്റ്. പിങ്ക് ബട്ടർഫ്ലൈസ് ശരിക്കും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണും. ഇത് നമുക്കിങ്ങനെ ബുഷായിട്ട് നിർത്താനും പറ്റും. അതുപോലെ തന്നെ ക്രീപ്പറായിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പേരാണ് കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. അപ്പോൾ ബുഷായിട്ട് വളർത്തിയതാ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും എല്ലായിടത്തും തന്നെ സർവൈവ് ചെയ്യുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. തരുന്നത് ഈ ഒരു വലിപ്പമുള്ള തൈകളാണ്. അപ്പോൾ സർവൈവ് ചെയ്യാണ്ടിരിക്കില്ലല്ലോ അല്ലേ? അപ്പം നല്ല അടിപൊളിയായിട്ട് സർവൈവ് ചെയ്ത് നന്നായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ്. അടുത്തത് തുമ്പർജിയ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. തുമ്പർജിയൻ്റെ ഫ്ലവേഴ്സ് കണ്ടത് അല്ലേ? നല്ല കൊല കുത്തി ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് തുമ്പർജിയ. ഇതും നമ്മുടെ നേരത്തെ കാണിച്ചിരിക്കുന്ന കോഞ്ചിയ പോലെ തന്നെ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. പക്ഷെ ബുഷായിട്ട് നിർത്താൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് വള്ളി വീശി പടർന്ന് മതിലും അതുപോലെ തന്നെ ചെറിയ തൂണുകളിലൊക്കെ കയറിപ്പോകും. ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. തുമ്പർജിയ പ്ലാന്റിൻ്റെ ഇത് കണ്ടില്ലേ? കവറിൻ്റെ ബേക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അടിവശത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും എത്രത്തോളം റൂട്ട് സ്പ്രെഡ് ചെയ്ത പ്ലാന്റാണ്. അടുത്തത് നോക്കിക്കേ, പാഷൻ ഫ്ലോറ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. പാഷൻ ഫ്ലോറേൻ്റെ 2 വെറൈറ്റീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു ലൈറ്റ് റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ 2 വെറൈറ്റിയാണ് പാഷൻ ഫ്ലോറ വരുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ശരിക്കും നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ. ഇതിൻ്റെ ആ ലീഫൊക്കെ കണ്ടില്ലേ? നന്നായിട്ട് ശരിക്കും പാഷൻ ഫ്രൂട്ട് നമ്മുടെ പ്ലാന്റ് മാതിരി തന്നെയാണ് ലീഫും ഫ്ലവറും വരുന്നത്. അടുത്ത പ്ലാന്റാണ് ടെക്കോമ അല്ലെങ്കിൽ ബോവർ വൈൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് കേട്ടോ. ബോവർ വൈൻ്റെ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ്. ഈ വെരിഗേറ്റഡ് പ്ലാന്റിൻ്റെ ഫ്ലവറിന് മാത്രം കണ്ടില്ലേ? നല്ലൊരു ബേബി പിങ്ക് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും ഒരു ഡാർക്ക് കളറും ഒക്കെ റൂബി റെഡ് കളറും ഒക്കെ കൂടി മിക്സറായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ റൂട്ട് വന്നിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. എല്ലാത്തിൻ്റെയും തന്നെ റേറ്റ് ഇതാ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് ക്ലിയോഡെൻഡ്രം എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ക്ലിയോഡെൻഡ്രത്തിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് സംശയമുണ്ട്. ഇത് കണ്ടില്ലേ? പോട്ടിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ബ്രൂം ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്രീപ്പർ പോലെ കയറ്റി വിടാനും പറ്റും. ഇങ്ങനെ കൊല കുത്തി നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ക്ലിയോഡെൻഡ്രം വെറൈറ്റീസ് കേട്ടോ. ശരിക്കും കണിക്കൊന്ന പോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും ക്ലിയോഡെൻഡ്രത്തിൻ്റെ നമ്മൾ തരുന്നത്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. ഇതിന് സാധാരണ നമ്മുടെ ബയോ കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ കൂടി കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒരു പരിചരണവും വേണ്ട. അതുകൊണ്ട് തന്നെ ചെടി ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊക്കെ വാങ്ങി വളർത്താൻ പറ്റുന്ന എല്ലാ പ്ലാന്റ്സും കേട്ടോ. അടുത്ത നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഒരു ബോവർ വൈൻ, അതിൻ്റെ തന്നെ നല്ല നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡ് ഒന്നുമല്ല, സാധാ ലീഫായിരിക്കും വരുന്നത്. പക്ഷേ ഫ്ലവേഴ്സ് നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത് കേട്ടോ. ബോവർ വൈൻ്റെ നോർമൽ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ? വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് നമുക്ക് പരിചയപ്പെടുത്താലോ. അടുത്തതാണ് മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ക്രീപ്പർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു പ്ലാന്റാണ് ഈ മണിമുല്ല. നല്ല സ്മെല്ലും അതുപോലെ തന്നെ തേനീച്ചകളൊക്കെ ഒത്തിരി വന്നിരിക്കും. കാരണം അത്രയ്ക്ക് സ്മെല്ലും കാണാൻ ഒത്തിരി ഭംഗിയുള്ള പ്ലാന്റാണ് മണിമുല്ല പ്ലാന്റ്. ഈ തരുന്ന മണിമുല്ല ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും. അതുപോലെ തന്നെ ശരിക്കും മുല്ലപ്പൂ മാതിരി ഒത്തിരി പൂക്കളും ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ മണിമുല്ലയും 80 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് കണ്ടില്ലേ? പെട്രിയാണ് കേട്ടോ. പെട്രിയ വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റിൻ്റെ ഇത് കണ്ടില്ലേ? ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. നല്ല പോലെ റൂട്ട് വന്നതാണ്. പെട്രിയ വൈറ്റ് മാത്രമല്ല, പെട്രിയ വയലറ്റും നമുക്ക് അവൈലബിൾ ആണ്. ആദ്യമേ കാണിച്ച കോഞ്ചിയ വെറൈറ്റി പെട്ടതാണ്. അടുത്തത് നമ്മുടെ ബ്രൈഡൽ യെല്ലോ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ബ്രൈഡൽ യെല്ലോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ഒത്തിരി മഞ്ഞ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും. നിറച്ചും പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ ബ്രൈഡൽ യെല്ലോ വൈറ്റ് കളർ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ വള്ളി വീശി കയറി പോകുന്ന പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ? ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നല്ല കവർ നട്ടിട്ടുള്ള പ്ലാന്റ് ആയതിനാൽ നന്നായിട്ട് റൂട്ട് താഴെയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ഓവർ വാട്ടറിങ് ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ ഇത് സർവൈവ് ചെയ്ത് കയറി വരും കേട്ടോ.
ഇനി അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഗാർലിക് വൈൻ അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പോൾ ഇതിന് ഈ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പേര് വന്നത് ഇതിന് ശരിക്കും വെളുത്തുള്ളിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല എന്നാണ് എല്ലാവരും പറയാറ്. അപ്പം നമ്മുടെ ഗാർലിക് വൈൻ്റെ തൈ ഈ ഒരു സൈസ് വരുന്ന തൈയാണ് തരുന്നത്. നല്ല കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് കേട്ടോ. നല്ല അത്യാവശ്യം ഹൈറ്റ് വന്നിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത്. തീരെ ചെറിയ തൈയല്ല കേട്ടോ തരുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. അടുത്തത് ബ്ലൂ ഡേയ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കുഞ്ഞു നീല പൂക്കളുണ്ടാവും. കുഞ്ഞു ലീഫും ആയിരിക്കും വരുന്നത്. ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നോർമൽ പോട്ടിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എളുപ്പം തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒത്തിരി തൈകളാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഈ കുഞ്ഞ ലീഫാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ്. ഈ കുഞ്ഞ ലീഫിൽ നല്ല ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് നമ്മുടെ ബ്രൈഡൽ യെല്ലോ നേരത്തെ കണ്ടല്ലോ, അതിൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഒത്തിരി കുഞ്ഞൻ സ്റ്റാർ നിൽക്കുന്ന പോലെ തോന്നും അല്ലേ. രാത്രിയൊക്കെ ആകുമ്പോൾ ഒത്തിരി ഭംഗിയാണ് ഈ ഒരു ഫ്ലവേഴ്സ് കാണാൻ. നിറച്ചും വൈറ്റ് കളർ സ്റ്റാർ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇതാണ് ബ്രൈഡൽ വൈറ്റിൻ്റെ നമുക്ക് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും തരുന്നത്. ബ്രൈഡൽ യെല്ലോൻ്റെയും ബ്രൈഡൽ വൈറ്റിൻ്റെയും ലീഫ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെ ബ്രൈഡൽ യെല്ലോൻ്റെ പ്ലാന്റ് കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ലീഫും ഈ കാണുന്നതിൻ്റെ ലീഫും നല്ല വ്യത്യാസം ഉണ്ടാവേ. അടുത്തത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് യെല്ലോ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അപ്പോൾ ജാസ്മിൻ വെറൈറ്റീസ് ഒത്തിരി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു മഞ്ഞ സുന്ദരീനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ ഒരു മഞ്ഞ സുന്ദരീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് കണ്ടില്ലേ, നല്ല ക്രീപ്പറായിട്ട് കയറ്റി വിടാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ഷേപ്പിലായിട്ട് നമുക്ക് ആർച്ച് ഷേപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്ക് കയറ്റി വിട്ടിട്ട് നന്നായി ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ നല്ല കട്ടിയുള്ള ലീഫായിരിക്കും. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണെന്ന് നമുക്ക് കാണുമ്പോഴേ തോന്നും. അത്രയ്ക്ക് ഒരു അട്രാക്റ്റീവായ ലീഫാണ് ഈ പ്ലാന്റിൽ വരുന്നത്. പിന്നെ ഫ്ലവേഴ്സും കൂടി ആയ പറയേ വേണ്ട. അത്രയ്ക്ക് ഭംഗിയിൽ നല്ല മഞ്ഞ മുല്ലപ്പൂ തരുന്നതാണ് ഈ ഒരു യെല്ലോ ജാസ്മിൻ. അടുത്തത് ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ശരിക്കും കണ്ടാൽ ഒരു ചെറിയ പിങ്ക് പക്ഷിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറക്കുന്ന പോലെ തോന്നുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ് ഈ ജസ്റ്റീഷ്യ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സൈസുള്ള തൈകളായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. അപ്പോൾ ജസ്റ്റീഷ്യ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇത് മിനിയേച്ചർ വെറൈറ്റീസ് ആണ്. അതുകൊണ്ട് കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. പിന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടും അതുപോലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരു പ്ലാന്റാണ് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ തന്നെ നോർമൽ പോട്ടിലൊക്കെ വളർത്താൻ പറ്റും കേട്ടോ. ഹാങ്ങിങ് പോട്ടിലാണെങ്കിൽ ആ ക്ലിപ്പിന് ചുറ്റും നമ്മളിത് റൗണ്ട് ചെയ്ത് ഒരു ഷേപ്പ് ആക്കി എടുക്കണം. ഇതുപോലെ തന്നെ നോർമൽ പോട്ടിലാണെങ്കിൽ ഇത് കണ്ടോ നല്ല സപ്പോർട്ടൊക്കെ ചെയ്ത് ഓരോ ഷേപ്പിലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ക്രീപ്പറായിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ്റെ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. പിന്നെ വരുന്ന പ്ലാന്റാണ് മെഡിനില എന്നറിയപ്പെടുന്ന പ്ലാന്റ്. മെഡിനില പ്ലാന്റിൻ്റെ പ്രത്യേകത അതിൻ്റെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഒരു വലിയ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ വലിയ ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുക. അപ്പോൾ നമുക്ക് മെഡിനിലേൻ്റെ ഈ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളായിരിക്കും തരുന്നത്. കവറിലല്ല മെഡിനിലേൻ്റെ നട്ടിട്ടുള്ളത് കേട്ടോ. ജിഫിയിലായത് കാരണം നിങ്ങൾക്ക് ഇതേപടി പ്ലാന്റ് ചെയ്താൽ മതി. അടുത്തത് പെട്രിയ. നേരത്തെ നമ്മൾ പെട്രിയ വൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വയലറ്റാണ് ഈ കാണുന്നത് കേട്ടോ. വയലറ്റ് നല്ല ഭംഗിയിലാണ് കാണാൻ. അപ്പോൾ വയലറ്റ് പെട്രിയ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വയലറ്റും വൈറ്റും തമ്മിൽ ലീഫിന് നല്ല വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ വയലറ്റ് കളർ പെട്രിയ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കുറച്ചൊരു ഡാർക്ക്നെസ്സും കൂടുതലായിരിക്കും വയലറ്റ് പെട്രിയയ്ക്ക് വരുന്നത്. ഈ ഒരു സൈസ് വരുന്ന തൈയായിരിക്കും നമ്മൾ തരുന്നത്. അടുത്തത് കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ. കാറ്റ്സ് ക്ലോ ശരിക്കും സീസണൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഭാഗം മൊത്തത്തിൽ കവർ ചെയ്ത് ഒത്തിരി പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഈ കാറ്റ്സ് ക്ലോ. മതിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കാറ്റ്സ് ക്ലോ വെറൈറ്റി. ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഏരിയ തന്നെ ഇത് കവർ ചെയ്ത് നിറച്ചും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യുമോ, പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. പിന്നെ വരുന്നത് മെലസ്റ്റോമയുടെ യെല്ലോ കളർ പ്ലാന്റ് ആണ്. മെലസ്റ്റോമ വൈറ്റും വയലറ്റും പിങ്കും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും. 2ഉം 3ഉം ബ്രാഞ്ചസ് ആയിട്ട് വരുന്ന തൈകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ യെല്ലോ മെലസ്റ്റോമേൻ്റെ ഏകദേശം നിങ്ങൾക്ക് സൈസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്തത് നമുക്ക് വരുന്നത് സ്നോ റോസിൻ്റെ പിങ്ക് ആണ് കേട്ടോ. സ്നോ റോസിൻ്റെ പിങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫായിരിക്കും വരുന്നത്. അതിൻ്റെ കളറ് കണ്ടില്ലേ, ലീഫിൽ ചെറിയൊരു വൈറ്റ് കളറ് സൈഡിൽ കൂടി കയറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്ന സ്നോ റോസ് പിങ്ക് ആണ് നമ്മൾ തരുന്നത്. ഇത് കണ്ടില്ലേ പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ.
അടുത്തത് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ തണ്ട് മൊത്തം നല്ല പിങ്ക് കളറായിരിക്കും കേട്ടോ. അപ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ജാസ്മിൻ വെറൈറ്റിയാണ് ഈ അമേരിക്കൻ ജാസ്മിൻ. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും തരുന്നത്. അത്യാവശ്യം വള്ളിയൊക്കെ വീശി തുടങ്ങിയ പ്ലാന്റ് ആയിരിക്കും. ഇത് ഏറ്റവും നല്ലത് ഒരു ചെറിയ തൂണിലേക്കോ ഇല്ലെങ്കിൽ ചെറിയ ആർച്ചിലേക്കൊക്കെ കയറ്റി വിടുന്നതായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുക. പിന്നെയുള്ളത് ചെത്തി അല്ലെങ്കിൽ തെച്ചി എന്നറിയപ്പെടുന്ന വെറൈറ്റീസ് ആണ്. ഒത്തിരി വെറൈറ്റീസ് ചെത്തിയുണ്ട്. യെല്ലോ കളറ്, ഗോൾഡൻ കളറ്, അതുപോലെ തന്നെ പിങ്ക്, വൈറ്റ്, റെഡ്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമുക്കിപ്പോൾ വരുന്നത് 4 വെറൈറ്റീസ് തെച്ചിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണിച്ച വെറൈറ്റീസ് ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടില്ലേ, ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ തെച്ചീൻ്റെ ഓരോന്നത്തിൻ്റെ ലീഫ് വ്യത്യാസം ഉണ്ടാവും. നേരത്തെ കാണിച്ചതിൻ്റെ ലീഫും ഇപ്പോൾ കാണിക്കുന്നതിൻ്റെ ലീഫും തമ്മിൽ നല്ല വ്യത്യാസം തോന്നുന്നില്ലേ? അങ്ങനെ ഓരോന്നത്തിൻ്റെ ലീഫ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെത്തി 4 വെറൈറ്റീസ് ആണ്. 4 വെറൈറ്റി കോംബോ ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്, അതല്ലാതെ സിംഗിൾ ആയിട്ടും നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. ഇത് ഒത്തിരി നമുക്ക് സ്റ്റോക്കുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ ചെത്തിൻ്റെ കോംബോയാണ് വേണമെങ്കിൽ അങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി. അടുത്തത് നമുക്ക് ടെക്കോമ അല്ലെങ്കിൽ ജോൺ ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ നല്ല പിങ്ക് ആണ് കേട്ടോ. നല്ല ബുഷായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് ഈ ഒരു സൈസ് വരുന്ന തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും നമ്മൾ റേറ്റ് മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. ഈ ഒരു സൈസ് തന്നെയായിരിക്കും നമ്മൾ തരുന്ന പ്ലാന്റ്. അടുത്തത് ഫസർ ഐസ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. നമുക്ക് തൂണുകളിലൊക്കെ കയറ്റി വിടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മുറ്റത്തൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും ഇതിൻ്റെയും തരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എല്ലാ പ്ലാന്റിനും 80-70 ആ ഒരു റേറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പേരെഴുതി പോവുക. പിന്നെ വന്നിരിക്കുന്നത് യെസ്റ്റർഡേ ടുഡേ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു പ്ലാന്റിൽ ഒരേ സമയം 3 കളേഴ്സിൽ പൂക്കളുണ്ടാവും. നല്ല സ്മെല്ല് തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പോട്ടിലൊക്കെ വെച്ച് ബുഷായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് ഈ യെസ്റ്റർഡേ ടുഡേ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഈ ഒരു സമയത്തൊക്കെ ഒത്തിരി ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക കേട്ടോ. പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട, നന്നായിട്ട് ഇത് പൂക്കും, അതുപോലെ തന്നെ നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് വരുന്ന തൈകൾ തന്നെയായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും നമ്മൾ പ്രൈസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതേ റേറ്റ് തന്നെയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് സമ്മാനത്തിലേക്ക് കിടക്കാം കേട്ടോ. 10 പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് നമ്മൾ 5 പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് നൽകുന്നത്. 5 പ്ലാന്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇനി അതല്ല, നിങ്ങൾ 20 പ്ലാന്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ 10 പ്ലാന്റ്സ് ആയിരിക്കും ഫ്രീ ആയിട്ട് നൽകുക. ഈ ഒരു ഓഫർ ഈ ഒരാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു കിടിലൻ സമ്മാന പെരുമഴ സ്വന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ 10 പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 5 പ്ലാന്റ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.